സംസ്ഥാനത്ത് പാൽ വില വർദ്ധിപ്പിക്കില്ലെന്ന് മിൽമ ചെയർമാൻ കെ.എസ്. മണി റിപ്പോർട്ടറിനോട്. ലാഭവിഹിതം കുറഞ്ഞാലും നിലവിൽ വർധന ആലോചനയിലില്ല. പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ പാലാണ് മിൽമ കർണാടകത്തിൽ നിന്നും എത്തിക്കുന്നത്. ഉപയോഗത്തിനനുസരിച്ച് കേരളത്തിൽ പാൽ സംഭരണമില്ല. മറ്റ് സംസ്ഥാനങ്ങൾ പാൽ വില കൂട്ടിയാൽ വില വർധനവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ചർച്ച നടത്തുമെന്നും കെ.എസ്. മണി റിപ്പോർട്ടറിനോട് പറഞ്ഞു. വെളിയിൽ നിന്ന് പാൽ വില നമ്മൾ മേടിക്കുന്നതിൻ്റെ കൂടുന്നത് കൊണ്ട് നമുക്ക് ചെറിയൊരു അധിക ചെലവ് ഇവിടെ വരും എന്നുള്ളതിൽ തർക്കമില്ല. വില വർധനവിനെക്കുറിച്ച് ചില ഭാഗത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിനെക്കുറിച്ച് ഒരു ആലോചനയും മിൽമയുടെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ ഒരു തലത്തിലും ഇതുവരെ നടന്നിട്ടില്ല. നമ്മളുടെ ഒരു ഭാഗത്ത് വിൽപ്പന വളരെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായി വിൽപ്പന വർദ്ധിപ്പിക്കുകയും സംഭരണം കുറയുകയും ചെയ്യുന്ന സ്ഥിതി സ്ഥായിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മൾ 6 ലക്ഷം ലിറ്റർ 5 ലക്ഷം മുതൽ 7 ലക്ഷം ലിറ്റർ വരെ ഒരു ദിവസം വെളിയിൽ നിന്നും പാല് മേടിച്ച് എല്ലാ ദിവസവും മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. വേനൽക്കാലമായപ്പോൾ ചെറിയൊരു വർധനമുണ്ടാവും സ്വാഭാവികമായിട്ടും. അത് പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാരും നമ്മളും വലിയ തോതിലുള്ള ഉൽപ്പാദന വർധനവിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ അറക്കൽ, ഇതിനകം തന്നെ പാലിന് 1 ലിറ്റർ പാലിനൊക്കെ ഈടാക്കുന്ന വില കൂടുതൽ തന്നെയാണ്. ഇനിയും കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതൊരു നല്ല തീരുമാനമല്ലേ? സുജയ, തീർച്ചയായും നിലവിൽ കർണാടകയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പാല് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. 1.5 ലക്ഷം ലിറ്റർ പാലാണ് പ്രതിദിനം കേരളത്തിലേക്ക് മിൽമ കർണാടകത്തിൽ നിന്നും എത്തിക്കുന്നത്. ഇന്ന് വരെ 38 രൂപയാണ് 1 ലിറ്റർ പാലിന് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈടാക്കിയിരുന്നത്. പക്ഷേ നാളെ മുതൽ 4 രൂപ വർദ്ധിപ്പിച്ച് 42 രൂപ ഈടാക്കാനാണ് കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ തീരുമാനം. ഇതുകൊണ്ട് തന്നെ കേരളത്തിൽ വിതരണം ചെയ്യുന്ന മിൽമയ്ക്ക് ഉൾപ്പെടെയുള്ള പാൽ വില വർധനവ് ഉണ്ടാവും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ അതെല്ലാം തള്ളുകയാണ് മിൽമ ചെയർമാനായിട്ടുള്ള കെ.എസ്. മണി. കേരളത്തിൽ പാൽ വില വർദ്ധിപ്പിക്കില്ല എന്നാണ് കെ.എസ്. മണി ഇപ്പോൾ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പാൽ വിതരണത്തിനും അതുപോലെ തന്നെ പാൽപ്പൊടി നിർമ്മാണത്തിനും ഉൾപ്പെടെ ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പാൽ വില വർദ്ധിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിസന്ധി മറികടക്കാനല്ല മിൽമ തയ്യാറെടുക്കുന്നതെന്നാണ് കെ.എസ്. മണി പറയുന്നത്. പക്ഷേ ഇനിയും മറ്റ് സംസ്ഥാനങ്ങൾ കൂടി വില വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഈ സംസ്ഥാനത്തെ പാലിന്റെ വില വർധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചനയിൽ ഉണ്ട്. പക്ഷേ ഏതായാലും നിലവിൽ ആർക്കും തന്നെ ആശങ്ക വേണ്ട. സംസ്ഥാനത്ത് പാൽ വില വർദ്ധിപ്പിക്കില്ല എന്നാണ് മിൽമയുടെ ചെയർമാനായിട്ടുള്ള കെ.എസ്. മണി പറയുന്നത്. ഏതായാലും കർണാടകത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പാലിന്റെ വിലയാണ് നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 4 രൂപയാണ് കർണാടക ഇനി മുതൽ അധികമായി കേരളത്തിൽ നിന്നും ഈടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 38 രൂപയായിരുന്നത് ഇനി മുതൽ 42 രൂപ നൽകിയാൽ മാത്രമാണ് 1 ലിറ്റർ പാൽ കർണാടകത്തിൽ നിന്നും ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്നത്, പാലിന്റെ വില കേരളത്തിൽ കൂടുമോ എന്നുള്ളത്. ഏതായാലും അത്തരത്തിലുള്ള ആശങ്ക ആർക്കും തന്നെ വേണ്ട. നിലവിൽ കേരളത്തിൽ പാൽ വില വർദ്ധിപ്പിക്കില്ല എന്നാണ് കെ.എസ്. മണി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സുജയ, ഓക്കെ, മിൽമ ചെയർമാന്റെ പ്രതികരണമാണ് ഇപ്പോൾ ഇക്ബാൽ അറക്കൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അല്പം വരുമാനം കുറഞ്ഞാലും ലാഭവിഹിതം കുറഞ്ഞാലും നിലവിൽ പാലിന്റെ വില കൂട്ടില്ല, ഉപഭോക്താവിന്റെ മേൽ ഒരു ഇരുട്ടടി ഏൽപ്പിക്കില്ല എന്ന നല്ല തീരുമാനമാണ് നമ്മൾ ഇന്നത്തെ പ്രഭാതത്തിൽ കേൾക്കുന്നത്.